എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ കഴിയുന്ന വിധമുള്ള ഒരു സംവിധാനമുണ്ടാകുകയും ആ കംപ്ലൈൻറ്റിനെ അകാരണമായി അധ്യാപകരുടെ പക്ഷത്തു നിന്ന് ആരെങ്കിലും ദ്രോഹിച്ചാൽ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ സംവിധാനം ഇവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ അദ്ദേഹം മതിയായ വിശദീകരണം, ഇന്ന കാരണത്താൽ മാർക്ക് കുറച്ചു, മതിയായ വിശദീകരണം നൽകണം. ഇപ്പം 3 മാർക്ക് വെട്ടിക്കുറച്ച് എന്തിനാണെന്ന് വെച്ചാൽ റാമിന് പോലും ഉത്തരയില്ല. റാം എന്ന് പറയുന്ന മനുഷ്യൻ അവൻ സാമൂഹ്യ വിരുദ്ധനാണ്. ഹിസ് എ ക്രിമിനൽ, സോഷ്യൽ ക്രിമിനൽ. അയാളെ ആ കോളേജിൻ്റെ പടിവാതിൽ ഇനി കാണാൻ അനുവദിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം മലയാളി സമൂഹത്തിനുണ്ട്. ഇന്നലെ നമ്മൾ അറിഞ്ഞത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇന്നലെ മുതൽ നിരവധി കുട്ടികളുടെ മാതാപിതാക്കൾ എന്നെ വിളിക്കുകയും ഞങ്ങളുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന് അഡ്വാൻസായി പറഞ്ഞുകൊണ്ട് അതിദാരുണമായ കഥകൾ. അത് ഈ കുട്ടികളെ വളരെ മോശമായിട്ടാണ് കുട്ടികളോട് പെരുമാറുക എന്നത് മാത്രമല്ല, സ്വകാര്യമായി പെൺകുട്ടികളെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായം പറയുന്ന അധ്യാപക കൂട്ടമാണ് അവിടെ ഉള്ളത്. ഇവരൊക്കെ എന്ത് തരം മനുഷ്യരാണ്? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് അവർ ആണോ ഇവരാണോ എന്നതിനപ്പുറം ഒരു സമൂഹത്തിനകത്ത് ഉണ്ടാകേണ്ട ഒരു ജാഗ്രതയുടെ പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധർമ്മടം നിയോജകമണ്ഡലത്തിൽ പെട്ടൊരു സ്ഥലമാണിത്. അവിടെ ഇത്ര ഭീകരമായ അതിക്രമം വർഷങ്ങളായി നടന്നിട്ട് മലയാളി അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് നാണക്കേട്? ഇതറിയണ്ടേ നമ്മൾ? ഇവരോട് ചെന്ന് പറഞ്ഞ ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ശ്രമിക്കുന്നില്ല. നമുക്കിതിന് വേണ്ടത് പരിഹാരമാണ്, നിരാശയോ പ്രതികാരമോ അല്ല. നമുക്ക് പരിഹാരമാണ്. നമ്മുടെ കുട്ടികളെ ഇത്തരം സൈക്കോപാത്തുകൾ പഠിപ്പിക്കാൻ പാടില്ല. അത് ഒന്നാമത്തെ തീരുമാനമായിരിക്കണം. ഈ റാം ഒരു സൈക്കോപാത്താണ്. അയാൾ ജാതി ജീവിതം കൊണ്ട് നശിച്ചു പോയൊരു മനുഷ്യനാണ്. അതിൻ്റെ അഹങ്കാരം മൂത്ത് അപഭ്രംശം വന്ന ഒരാളാണ്. അയാൾ മനുഷ്യകുലത്തിൽ തുടരാൻ അർഹനല്ല എന്നാണ് അയാളുടെ പെരുമാറ്റങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം മനുഷ്യരെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനം വേണ്ടേ അവിടെ? പ്രിൻസിപ്പൾ വെറുതെ പറഞ്ഞാൽ മതിയോ? പ്രിൻസിപ്പൾ വെറുതെ കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞ് തീരുമാനം എടുക്കാനാണോ അയാൾ ഇരിക്കേണ്ടത്? അയാൾ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായും അന്വേഷിച്ചറിഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം അത് ചെയ്തില്ല. മാത്രമല്ല, ഇതൊരു സ്വാശ്രയ കോളേജാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്വാശ്രയ കോളേജിൽ സമ്പന്നരുടെ കുട്ടികളാണ് അധികവും വന്നു ചാടുന്നത്. അപ്പോൾ അവിടെ ദരിദ്രരുടെ കുട്ടികൾ ചെല്ലുക, സംവരണം കിട്ടി കുട്ടികൾ ചെല്ലുക, ഇതൊക്കെ ശല്യമായിട്ടാണ് ഈ റാമിനെ പോലെയും സംഗീതയെ പോലെയുമുള്ള ഡോക്ടർ സംഗീത, അവരും എന്തോ നമ്പ്യാരോ നായരോ ഒക്കെയാണെന്നാണ് പറയുന്നത്. എന്തും ആവട്ടെ, ഇവരൊക്കെ മനുഷ്യരാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സ്വന്തം കുട്ടികൾ, പഠിപ്പിക്കുന്ന കുട്ടികളോട് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയാൻ പാടില്ലാത്ത ഈ അധ്യാപകരെ എന്തിനാണ് നമ്മൾ സംരക്ഷിക്കുന്നത്?